സംസ്ഥാനത്ത് കൊടുംചൂടിന് നേരിയ ശമനം. വേനൽ മഴയ്ക്ക് പിന്നാലെ താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കാസർഗോഡ് 2 പേർക്ക് സൂര്യാതപമേറ്റു. കോഴിക്കോട് യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചത് സൂര്യാഘാതത്തെ തുടർന്ന് എന്നാണ് സംശയം. രാവിലെ 8:30 വരെയുള്ള കണക്കുകൾ പ്രകാരം പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില 39.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോട് ജില്ലയിലും ഉയർന്ന താപനിലയായ 37.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. എന്നാൽ മുൻപ് 12 ജില്ലകൾക്ക് നൽകിയിരുന്ന യെല്ലോ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം വേനൽ മഴ സജീവമാകുന്നതുവരെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധ വേണം. കടുത്ത ചൂടുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ എടുക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് കോഴിക്കോടുണ്ടായ കടുത്ത വേനലിനെ തുടർന്ന് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. സൂര്യാഘാതത്തെ തുടർന്നുള്ള മരണമെന്നാണ് സംശയം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 8 വയസ്സുകാരനും കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ N ഉണ്ണികൃഷ്ണനും സൂര്യാതപമേറ്റു. അതേസമയം നാളെയോടുകൂടി ചൂടിന് ശമനമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.